കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട BJP പ്രവർത്തകരെ, നേതാക്കന്മാരെ, നമ്മളെല്ലാവരും 2-3 ദിവസമായിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ വോട്ടർ ഫ്രോഡ് നടന്നു. അത് സുപ്രീം കോടതിയിലോട്ട് കേസിന് പോയിരിക്കുകയാണ്. ട്രംപ് പരാജയം സമ്മതിക്കുന്നില്ല. ബിഡൻ ജയിച്ചു എന്ന് പറയുന്നു. അൾട്ടിമേറ്റ്ലി ട്രംപ് തോറ്റിരിക്കുന്നു. അതാണ് അതിൻ്റെ സത്യം. അതിൻ്റെ ഫൈനൽ ഔട്ട്കം അത് തന്നെയായിരിക്കും. ഇതെങ്ങനെ സംഭവിച്ചു? അതും കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധമുണ്ടോ? ഇന്ത്യയിലെ ഇലക്ഷനുമായിട്ടും ഇലക്ഷൻ വോട്ടിംഗ് മെഷീനുമായിട്ടും ബന്ധമുണ്ടോ? ആരെങ്കിലും അതേപ്പറ്റി ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ ഇതേപ്പറ്റി ഒന്ന് പഠിക്കുകയായിരുന്നു ഒരു 3 ദിവസം. ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ടാണ് അവിടുത്തെ ഇടതുപക്ഷ ജിഹാദി ലിബറൽ ലോബി ട്രംപിനെ തോൽപ്പിച്ചത്. വളരെ ഒരു ചെറിയ സൂത്രത്തിലൂടെ. അതായത് കോവിഡ് മറയാക്കി എല്ലാ വോട്ടും പോസ്റ്റൽ വോട്ടാക്കി. ആ പോസ്റ്റൽ വോട്ട് അവിടുത്തെ ഇടതുപക്ഷ ജിഹാദി പ്രവർത്തകർ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി. വളരെ തന്ത്രപരമായിട്ട് അത് പോസ്റ്റ് ചെയ്തു. കൃത്യമായിട്ട് അവർ ജയിക്കുകയും ചെയ്തു. അതായത് ട്രംപിന് വോട്ട് ചെയ്യാൻ ഇരുന്നവരെ കൂടെ അവർ തന്ത്രപരമായി അവരുടെ സൈഡിൽ ചേർത്തു. ട്രംപിന് വോട്ട് ചെയ്തവർക്ക് ഈ കോവിഡ് പേടി കാരണം ബൂത്തിലെത്താനും പറ്റിയില്ല. എന്ന് വെച്ചാൽ ട്രംപിൻ്റെ വോട്ടുകൾ ബൂത്തിലെത്തിയില്ല. ബിഡൻ്റെ വോട്ടുകൾ പോസ്റ്റൽ ബാലറ്റിലൂടെ കൃത്യമായിട്ട് എത്തിക്കുകയും ചെയ്തു. ഇതാണ് അവർ ചെയ്ത പരിപാടി. ഇതും കേരളത്തിലെ ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. അത് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ആരും ബൂത്തിലോട്ട് വരണ്ട, എല്ലാം പോസ്റ്റൽ ഇതാക്കുന്നു, പോസ്റ്റൽ ബാലറ്റ് ആക്കുന്നു. അത് സഹാക്കളും സഹാത്തികളും ജിഹാദികളും കൂടെ ചെയ്ത് ഇതിലിടുന്നു, ആഡ് ചെയ്യുന്നു. അതോടുകൂടി കേരളത്തിലെ പഞ്ചായത്ത് കോർപ്പറേഷൻ ത്രിതല ഇലക്ഷൻ കംപ്ലീറ്റ് ഇടതുമുന്നണി ജയിക്കുന്നു. വളരെ തന്ത്രപരമായിട്ടാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് കേരളത്തിലെ BJP നേതൃത്വം ഇടപെടണം. കാരണം UDF ചീഞ്ഞളിഞ്ഞു പോയി. അതിനെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല. അവരുടെ പരിപാടി തീർന്നു. അപ്പോൾ യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന BJP ഉടനടി കോടതിയെ സമീപിക്കണം. പോസ്റ്റൽ വോട്ടിംഗ് എന്ന് പറയുന്ന കാര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇനി അടുത്ത 50 വർഷം LDFിൻ്റെ ഭരണമായിരിക്കും. കാരണം മുഴുവൻ പോസ്റ്റൽ വോട്ടും അവർ തട്ടിപ്പറിക്കും. കാരണം അവർക്ക് കൃത്യമായൊരു ഓർഗനൈസേഷനുണ്ട്. ഈ സാമൂഹ്യ പെൻഷനും മറ്റുമെല്ലാം വിതരണം ചെയ്യാനും എല്ലാം ഒത്തിരി ഗ്രൗണ്ട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരാ കൃത്യം, അതായത് ഇപ്പം എങ്ങനെയാണോ കോവിഡിനെതിരെയുള്ള പ്രതിരോധത്തിൽ സഖാക്കളും സഖാത്തികളും ഇടപെട്ടത്, അതേ പരിപാടി അവർ പോസ്റ്റൽ വാലറ്റിലും ചെല്ലും. അതിനൊരു മാനദണ്ഡവും സത്യസന്ധതയും ഉണ്ടായിരിക്കത്തില്ല. അവരിതിനെ അട്ടിമറിക്കും. മുഴുവൻ വോട്ടുകളും ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടായിരിക്കും പോൾ ചെയ്യപ്പെടുന്നത്. കാരണം പല ചിഹ്നങ്ങളും 2-3 ലെവലുള്ളതുകൊണ്ട് ആൾക്കാർക്ക് അറിയത്തില്ല. അവരെ കൊണ്ട് തന്നെ മാർക്ക് ചെയ്യിച്ച് അത് കൃത്യമായിട്ട് അവർ ഇടതുമുന്നണിക്ക് അനുകൂലമാക്കും. അതുകൊണ്ട് ഉടനടി BJP ഈ കോടതിയെ സമീപിക്കണം. ഒന്നുകിൽ കോവിഡ് കഴിഞ്ഞിട്ട് വേണം പഞ്ചായത്ത് ഇലക്ഷൻ നടത്താൻ. അതല്ലെങ്കിൽ പോസ്റ്റൽ വോട്ട് അനുവദിക്കരുത്. പോസ്റ്റൽ വോട്ട് ക്യാൻസൽ ചെയ്യണം. കാരണം അതിന് ഡിപ്പെൻഡൻസി ഇല്ല, അതിനാരും മോണിറ്റർ ചെയ്യാനില്ല, സൂപ്പർവൈസ് ചെയ്യാനില്ല. അത് കൃത്യമായി അനുവദിക്കണം. കാരണം ഇങ്ങനെ ഒരു ഫ്രോഡ് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് നടത്താമെങ്കിൽ കേരളത്തിൽ അത് നടത്താൻ വളരെ എളുപ്പമാണ്. ഓൾറെഡി ഇനി ഇതിൻ്റെ ഏറ്റവും രസകരമായ വേറൊരു കാര്യം, നമ്മുടെ EVM എത്ര നല്ലതായിരുന്നു, നമ്മുടെ EVMും ഇന്ത്യയുടെ ഇലക്ഷൻ സിസ്റ്റവും എത്ര നല്ലതായിരുന്നു എന്ന് ഇപ്പോൾ ഇതോടുകൂടി തെളിയുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ UPA മാഫിയയും LDFും UDFും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിനെതിരെ ഈ കഴിഞ്ഞ 10 വർഷം സമരം നയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്കാണ് അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാകുന്നത്. ഇവരുടെ കള്ളത്തരങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ജിഹാദിയുടെയും കള്ളത്തരങ്ങൾ നടക്കുന്നില്ല. ആ ഒറ്റ പ്രശ്നത്തിലാണ് അവർ EVMനെതിരെ സമരം ഉണ്ടാക്കിയത്. ഇപ്പം EVM ആണ് നല്ലതെന്നും ബാലറ്റും പോസ്റ്റൽ വോട്ടും ഉഡായിപ്പാണെന്നുള്ളതും ലോകത്തിൻ്റെ മുമ്പിൽ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് BJP വളരെ സ്ട്രിക്റ്റായിട്ട് നേരിടണം. ശ്രീമാൻ K. സുരേന്ദ്രൻജി ഇതിന് നേതൃത്വം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകുന്നു. ശ്രീ K. സുരേന്ദ്രൻജിയുടെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമുക്ക് ജയിക്കണം. അത് കൃത്യമായിട്ട് ഒരു കാരണവശാലും പോസ്റ്റൽ വോട്ട് അനുവദിച്ചേക്കരുത്. പോസ്റ്റൽ വോട്ട് അനുവദിച്ചെങ്കിൽ പണി തീർന്നു. അതുകൊണ്ട് ശക്തമായ പോരാട്ടം BJP കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വന്ദേ മാതരം. ജയ് BJP, ജയ് ഹിന്ദുസ്ഥാൻ.